കെയുവിന്റെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞതനുസരിച്ച് ജംഗ്ഹൂൺ അയാളെ കാണാനായിട്ട് വരും. അയാള് സാധാരണ പോലെ അവനെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എങ്കിലും വെറുതെ ഞാൻ ചോദിക്കുവാണ്, നമ്മൾ ആദ്യമായിട്ട് എന്താണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ജംഗ്ഹൂൺ സമയവും സ്ഥലവും എല്ലാം കൃത്യമായിട്ട് പറയും. പണ്ട് ജംഗ്ഹൂണിന്റെ അച്ഛൻ അവനെ അലമാരിക്കകത്തിട്ട് പൂട്ടുമായിരുന്നു, പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട്. അത് അവന് ട്രോമയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് സ്പേസിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കാൻ ചെറുതിലേ അവന് പേടിയായിരുന്നു. ആ പേടി ഇപ്പോഴും ഉണ്ടോ, ആ ട്രോമ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, പക്ഷെ ഇല്ല, മാറിയിട്ടില്ല, എനിക്കിപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങൾ പേടിയാണെന്ന് ജംഗ്ഹൂൺ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെയൂണിനെ പറ്റിയുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടോ, അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ഉണ്ടെന്ന് അവൻ സമ്മതിക്കും. പേഴ്സണൽ ലൈഫാണ്, ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഹാജിനുമായിട്ട് ഇങ്ങനെ റിലേഷൻ ആണെന്ന് ഞാൻ കേൾക്കുന്നു, അത് സത്യമാണോ എന്ന് ചോദിക്കും. അതായത് സത്യമാണ്, ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ്, എനിക്ക് ഹാജിനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴത്തേക്കും സെയൂണിനെ മറന്നോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. സെയൂണിനെ മറക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, പക്ഷേ എനിക്കിപ്പോൾ ഹാജിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഡേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് എനിക്ക് റിഗ്രറ്റ് ഉണ്ടാകാനായിട്ട് പാടില്ല, അതുകൊണ്ട് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് അവൻ മറുപടി കൊടുക്കും. ഈ ഡോക്ടർ ജംഗ്ഹൂണിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവനാണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ആ രീതിയിലാണ് അയാൾ എഴുതിയേക്കുന്നത്. അപ്പൊ പബ്ലിഷർ ഇയാളെ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ ഹിൻസ് കൊടുക്കണം, അത് ആരാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ തന്നിട്ടുണ്ടല്ലോ എന്ന് അയാൾ ചോദിക്കും. ഞാനത് വായിച്ചപ്പോൾ ജംഗ്ഹൂൺ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെയാണെങ്കിൽ ജംഗ്ഹൂൺ ഇപ്പോൾ ഹാജിനെ ഡേറ്റ് ചെയ്യല്ലേ, ഒരിക്കലും അത് അപ്പോൾ ജംഗ്ഹൂണിനെ പറ്റി അല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും തൻ്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിനെ മറന്നിട്ട് പുതിയൊരാളെ ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. റീഡേഴ്സിനും ആ ഒരു കൺഫ്യൂഷൻ വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും. അന്നേരമാണ് ഇയാളും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം എന്നുള്ള എത്തിക്സ് ഒക്കെ മറന്നിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ജംഗ്ഹൂണിനെ പറ്റി ഇയാൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ഇയാൾ ഈ ബുക്ക് എഴുതുന്നത് കൊണ്ട്. ജംഗ്ഹൂൺ അവിടുന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും ഇയാൾ മനസ്സിൽ വിചാരിക്കുന്നത് അതെങ്ങനെ ശരിയാവും, നീ ഹാജിനെ ഡേറ്റ് ചെയ്യാൻ പാടില്ല, നിനക്ക് സെയൂണിനെ മറക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, സെയൂണിനെ മറക്കാതെ നീ എങ്ങനെ ഹാജിനെ ഡേറ്റ് ചെയ്യും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ആണെന്നൊക്കെയാണ്. ഇവനിതൊന്നും അറിയുന്നില്ല. അങ്ങനെ അവൻ അവിടുന്ന് പോയിട്ട് ചെയൂണിനെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അച്ഛൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നോ, നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, എന്തായിരുന്നു ചോദിക്കുമ്പോൾ ഇല്ല, സാധാരണ പോലെ ഞാനിപ്പോൾ ചെക്കപ്പിനൊക്കെ ചെന്നിട്ട് ഒരുപാട് കാലമായല്ലോ ഡോക്ടറിന്റെ അടുത്ത്, ഡോക്ടർ എന്നെ കണ്ടിട്ടും കുറെ കാലമായി, അതിന് വേണ്ടിയിട്ട് ചെന്നാണെന്ന് പറയും. പേഴ്സണൽ ലൈഫിനെ പറ്റി വേറെ എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കും. ഹാജിനെ പറ്റി ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും ചെയൂൺ പറയുന്നത് അച്ഛനായാലും ഞാനായാലും ഇനി നിന്റെ അടുത്ത് ഇതുപോലെ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമല്ല നീ ഇങ്ങനെ നോർമലായിട്ട് ഇത്രയും കാലം ജീവിച്ചത്, അത് നിന്റെ വിൽ പവറും കൂടി കൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ നിനക്ക് ഞങ്ങളുടെ ഹെൽപ്പിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങൾ അതിനിപ്പോൾ അച്ഛൻ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും പറയേണ്ട കാര്യമില്ല എന്ന് പറയും. എനിക്കത് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞാൻ ശരിക്കും ഹാജിനെ ഡേറ്റ് ചെയ്യുകയാണെന്ന് ഇവൻ ചെയൂണിന്റെ അടുത്ത് അന്നേരമാണ് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കിനും ചെയൂൺ സത്യമാണോ, അവന് അത് കേൾക്കുമ്പോഴത്തേക്കിനും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതെ, എനിക്ക് പിന്നീട് ഒരു റിഗ്രറ്റ് തോന്നാനായിട്ട് പാടില്ല, എനിക്ക് ഹാജിനെ ഇഷ്ടമാണ്, ഞാൻ ഡേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയും. അപ്പൊ നീ നന്നായിട്ട് ആലോചിക്കണം, ഇതുവരെ നീ എടുത്ത ഒരു തീരുമാനങ്ങൾക്കും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ ഒരു തീരുമാനത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ ഇത് നന്നായിട്ട് ആലോചിച്ച് ഇപ്പൊ തീരുമാനമാണെന്ന് പറഞ്ഞിട്ടാണ് ജംഗ്ഹൂൺ അവിടുന്ന് പോകുന്നത്. ഹാജിനും ഹാക്കിങ്ങും മിസ് പാർക്കും കൂടി അവരുടെ പുതിയ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിസ് പാർക്ക് പോകും. ഇവരുടെ ഏജൻസിയിലാണ്. അന്നേരം ചൂൾ അവിടേക്ക് വരും. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഹാക്കിങ് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവൻ അപ്പോളജൈസ് ചെയ്യും. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പല പ്രാവശ്യം ഞാനിത് പറയണമെന്ന് വിചാരിച്ചു, എനിക്ക് ഒരുപാട് കടം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ വരുത്തി വെച്ച കടമാണ്, അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി, അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ എത്രയൊക്കെ അടച്ചു തീർക്കാൻ ശ്രമിച്ചിട്ടും കടം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഹാജിന് പിന്നെ ആരും ഇങ്ങനെ സങ്കടം പറഞ്ഞാലും അവരോട് സിമ്പതി തോന്നും. പക്ഷെ ഹാക്കിങ് അങ്ങനെയല്ല. തിരിച്ചിറങ്ങുന്ന തന്നെ ചൂളിന്റെ കാര്യം പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഹാക്കിങ് സമ്മതിക്കത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് അവനെ തിരിച്ചെടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാനായിട്ട് പോകുന്നില്ല, നമുക്ക് ആ സംസാരം ഇവിടെ വെച്ച് നിർത്താമെന്ന് ഹാക്കിങ് ഹാജിനടുത്ത് പറയും. റിപ്പോർട്ടർ ജോ ഹാക്കിങ്ങിനെ വിളിക്കും. എനിക്ക് തലേദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, സോജു കുറെ നേരം കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്, ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് ചെന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാനാണ് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇവരെ വിശ്വസിക്കാനായിട്ട് പാടാണ്. ഇത്രയും ടൈനി ആയിട്ടുള്ള ഇയാളാണോ എന്നെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിൽ കൊണ്ട് വിട്ടതെന്ന് പറയും. അപ്പൊ ഞാൻ മിസ്റ്റേക്സ് ഒന്നും വരുത്തിയില്ലല്ലോ ചോദിക്കുമ്പോൾ
ഇല്ല എന്ന് ഹാക്കിംഗ് ഉറപ്പ് കൊടുക്കും. അന്നേരമാണ് അവൻ സമാധാനമാവുന്നത്. പക്ഷെ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഞാൻ എന്തിനാണ് ഹാക്കിങ്ങിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നതെന്ന് ഇവനിങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ടേയൂൺ ഹാദിനുമായിട്ട് മീറ്റ് ചെയ്യും. എന്തിനാണ് പെട്ടെന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല ഞാൻ ഇതുവഴി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. അന്ന് ആ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സ്വപ്നം വീണ്ടും കണ്ടോ എന്ന് ടേയൂൺ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും സത്യം പറയുവാണെങ്കിൽ പിന്നീടും ഞാൻ 2-3 പ്രാവശ്യം അതേ സ്വപ്നം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല, എന്റെ കൂടെ ജംഗ്ഹോൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിച്ച് സങ്കടപ്പെടാറില്ല എന്ന് പറയും. അങ്ങനെ വീക്കെൻഡ് ആയി. ജംഗ്ഹോണിന്റെ കൂടെ ഡേറ്റിന് പോവുകയാണെന്ന് പറഞ്ഞ ഹാദിൻ രാവിലെ കുറെ പാഴ്സലും എടുത്തുകൊണ്ട് വരുന്നതാണ് ഹാക്കിൻ കാണുന്നത്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ ഇതൊന്ന് അൺപാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയും. അവള് ജംഗ്ഹോണിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സായിരുന്നു അത് മുഴുവൻ. അവൻ സാധാരണ ന്യൂസ് ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ ഇടുന്നത് യൂണിഫോം ആണല്ലോ, അപ്പൊ അങ്ങനെ തന്നെ പുറത്ത് വരുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഏതാണ് ചേരുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഹാദിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് അത് ഇട്ടിട്ടാണ് ഇവർ പുറത്ത് പോകുന്നത്. അപ്പൊ എനിക്ക് മേക്ക് ഓവർ തരാൻ വന്നതാണോ എന്ന് ജംഗ്ഹോൺ ചോദിക്കുമ്പോൾ അതല്ല, യൂണിഫോം ഇട്ടിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ചെറി ബ്ലോസംസ് കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നത്. എപ്പോഴും അതുവഴി പാസ് ചെയ്യുമ്പോൾ കപ്പിൾസ് ഒക്കെ അതുവഴി നടക്കുന്ന കാണുന്നതാണ്. ഹാദിന് എന്നും കൊതിയായിരുന്നു എപ്പോഴെങ്കിലും ഒരിക്കലും ബോയ്ഫ്രണ്ടിന്റെ കൂടെ അവിടെ വരണം എന്നുള്ളത്. ഇവര് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ 2-3 സ്കൂൾ കുട്ടികൾ ഇവരെ കാണുമ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് മനസ്സിലായിട്ട് അവർ സാധാരണ പോലെ അവരുടെ ഡേറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നതിന്റെ ഇടയിൽ ഹാദിന്റെ അടുത്ത് ജംഗ്ഹോൺ പറയും, എനിക്ക് ഇയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു പ്രോമിസ് തരണം. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് ആവണമെന്ന് പറയരുത്. ആ ഒരു പ്രോമിസ് എനിക്ക് വേണം എന്ന് പറയും. ഞാൻ എന്തായാലും അത് പറയാനായിട്ട് പോകുന്നില്ല. അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ഹാദിൻ മറുപടി പറയുന്നത്. ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹാദിന് മനസ്സിലാകുന്നില്ല. അപ്പൊ അതൊരു പ്രോമിസ് ആണ്, അത് തിരിച്ചെടുക്കരുതെന്ന് ജംഗ്ഹോൺ അവളുടെ അടുത്ത് പറയും. അന്നേരം അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ട് കഴിയുമ്പോഴത്തേക്കിനും അന്ന് അവരെടുത്ത ഫോട്ടോ അവന്റെ ഫോൺ വാങ്ങിച്ച് വാൾപേപ്പർ ആക്കിയിട്ടാണ് ഹാദിൻ തിരിച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് അവനെ പറഞ്ഞു വിടുന്നത്. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹാദിൻ വീണ്ടും ജംഗ്ഹോണിനെ വിളിക്കും. എന്നെ മിസ് ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ റൂമിലേക്ക് ഹാക്കിംഗ് വരും. അടുത്ത കഫേയില് പുതിയ കേക്കും പേസ്ട്രീസും ഒക്കെ വന്നിട്ടുണ്ട്, അത് ട്രൈ ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാനാണ് വരുന്നത്. കഫേയിൽ ചെന്ന് കഴിയുമ്പോൾ കോഫി എടുക്കാനായിട്ട് ഹാക്കിംഗ് ഹാദിനെ അവിടെ ഇരുത്തിയിട്ട് പോകും. അങ്ങനെ 2 പെൺകുട്ടികൾ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് കയറി വരും. ബഹളം കേട്ടോണ്ട് ഹാദിൻ തിരിഞ്ഞു നോക്കും. അതിലൊരാൾ മറ്റേ പെൺകുട്ടിയെ യോങ് എന്നാണ് വിളിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോഴത്തേക്കും ഇവക്ക് പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരും. ഇവള് സെയൂണിനെ വിളിച്ചോണ്ടിരുന്നത് യോങ് എന്നാണ്, സെയൂൺ ഇവളെ തിരിച്ച് ഹന എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഒന്നും ക്ലിയർ അല്ല. ഹാദിൻ വേറൊരു പെൺകുട്ടിയുടെ എവിടെയോ പ്രാക്ടീസിന് പോകുന്നു, അവളെ ഏതോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതൊക്കെയാണ് ഹാദിന് ഓർമ്മ വരുന്നത്. എന്താണ് സംഭവം എന്ന് ഹാദിന് മനസ്സിലാവുന്നില്ല. എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും അവക്ക് കൂടെയുള്ള ആളുടെ മുഖം ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. അവക്ക് ആകെ പ്രശ്നമാവും, തലവേദനയൊക്കെ എടുക്കും. ഈ സമയത്ത് ടേയൂണും ആകെ അസ്വസ്ഥനാണ്. കുറെ നേരം ആലോചിച്ചിട്ട് അവൻ ജംഗ്ഹോണിനെ വിളിച്ചിട്ട് മീറ്റ് ചെയ്യണം എന്ന് പറയും. എന്തിനാണ് അത്യാവശ്യമായിട്ട് ഈ രാത്രിയിൽ മീറ്റ് ചെയ്യാനായിട്ട് വിളിച്ചതെന്ന് ജംഗ്ഹോൺ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നിന്റെ അടുത്ത് ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട്, ഹാദിനെ പറ്റിയിട്ടാണ്. ഹാദിൻ എന്തുകൊണ്ടാണ് അത്രയും ടോർമെന്റഡ് ആയത് സെയൂണിന്റെ മരണത്തിന് ശേഷം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. തിരിച്ചു വരുന്ന ഹാക്കിംഗ് കാണുന്നത് വയ്യാതിരിക്കുന്ന ഹാദിനെയാണ്. എന്ന് പറ്റി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവളെ പിടിച്ചു നിർത്തിയിട്ട് യോങ് ആരാണ്, ആ പേര് നിനക്കറിയാലോ, അത് ആരാണെന്ന് എന്നോട് പറഞ്ഞു തരാനായിട്ട് പറയും. ഇത് കേട്ട് ഹാക്കിംഗ് ഞെട്ടും. അപ്പൊ നിനക്ക് ആളെ അറിയാല്ലേ, ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയും.